സലാലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ പ്രാർത്ഥനകൾ നടന്നു. സുൽത്താൻ ഖാബൂസ് മസ്ജിദ് ഉൾപ്പെടെയുള്ള പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ആയിരങ്ങളാണ് എത്തിയത്. ഇബ്രാഹിം നബിയുടെ പാത പിന്തുടർന്ന് അല്ലാഹുവിൽ സമർപ്പിക്കുവാൻ ഖത്തീബുമാർ ഉണർത്തി. വിവിധ മലയാളി കൂട്ടായ്മകളും ഈദ് നമസ്കാരവും ഈദ്ഗാഹും ഒരുക്കിയിരുന്നു. IMI സലാല ഫാസ് അക്കാദമി ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിന് കെ അഷ്റഫ് മൗലവി നേതൃത്വം നൽകി. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. എല്ലാവർക്കും ഊഷ്മളമായ ഈദാശംസകൾ. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃകാപരമായ ജീവിതം, അതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക. അതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വിജയം ഉണ്ടാകുന്നത്. SIC സലാല വിവിധ പള്ളികളിൽ ഈദ് നമസ്കാരം ഒരുക്കിയിരുന്നു. മസ്ജിദ് ഹിബ്രിൽ ഒരുക്കിയ ഈദ് നമസ്കാരത്തിന് അബ്ദുള്ള അൻവരിയാണ് നേതൃത്വം നൽകിയത്. ICF സലാല 5 പള്ളികളിലാണ് ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. മസ്ജിദ് ബാലവിൽ ഒരുക്കിയ ഈദ് നമസ്കാരത്തിന് മുഹമ്മദ് റാഫി സക്കാഫി നേതൃത്വം നൽകി. ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഇത്തിഹാദ് ക്ലബ് മൈതാനിൽ ഒരുക്കിയ ഈദ്ഗാഹിന് നൗഫൽ എടത്തനാട്ടുകരയാണ് നേതൃത്വം നൽകിയത്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കും. സന്തോഷങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സുഖസന്തോഷങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും. എല്ലാവരും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പാതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈദ് അവധി ആഘോഷിക്കാൻ സലാലിലെത്തിയ നിരവധി പേരും ഈദ് നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. പരസ്പരം ആശ്ലേഷിച്ച് ഈദ് ആശംസകൾ കൈമാറിയാണ് എല്ലാവരും പിരിഞ്ഞത്. ജൂൺ 9-നാണ് ഒമാനിൽ ഈദ് അവധി അവസാനിക്കുക. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1 സലാല.